20,000 രൂപയിൽ താഴെ വരുന്ന കിടിലൻ ഫോൺ, അതാണ് റിയൽമി 12 പ്ലസ് 5G. സോണിയുടെ കിടിലൻ ക്യാമറ, മീഡിയാടെക് ഡൈമെൻസിറ്റി 7050 ചിപ്സെറ്റ്. വാട്ടർ പ്രൂഫ് 120 Hz അമോലെഡ് ഡിസ്പ്ലേ ഇതിൻ്റെ പ്രത്യേകതയാണ്. 5000 mAh ബാറ്ററിയോടൊപ്പം 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ എന്നിവയുമുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 14, അതിൻ്റെ കൂടെ 2 വർഷത്തെ അപ്ഡേറ്റ്സും. 128, 256 എന്നീ ഇൻബിൽറ്റ് സ്റ്റോറേജുകളിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആമസോണിൽ 18,000 രൂപ മുതലും ഫ്ലിപ്കാർട്ടിൽ 21,000 രൂപ മുതലുമാണ് ഈ ഫോൺ ലഭിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബാങ്ക് ഓഫേഴ്സ്, ഡെബിറ്റ് കാർഡ് ഓഫേഴ്സ്, അങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട്. അതുവഴി 5,000 രൂപ വരെ നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തു. വേറെ ഓഫറുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നിന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൽ ഉള്ളതെന്ന്. നല്ലൊരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ മുകളിൽ തന്നെ മറ്റൊരു ബോക്സ് കാണുന്നുണ്ട്. അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിലാണ് നമുക്ക് ഫോണുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബുക്ക്ലെറ്റ്, പിന്നെ ഫോണിൻ്റെ കൂടെ ചാർജറൊക്കെ കാണുന്നുണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന സെറ്റൊന്നും ചാർജറൊക്കെ ലഭിക്കുന്നത് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു കേസ് കാണുന്നുണ്ട്. ഫോൺ കവർ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള TPU കേസാണ്. അതുകൊണ്ട് തന്നെ ആ ബാക്ക് സൈഡിലെ ആ ഒരു കളറും ആ ഡിസൈനും ആ ക്യാമറയുടെ ലക്ഷറി വാച്ചിൻ്റെ ഡിസൈനും ഒക്കെ നമുക്ക് പുറത്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള കവറാണ്. പിന്നെ നല്ലൊരു ലുക്കാണ് ഈ ഫോൺ കാണാൻ തന്നെ. നല്ല ഡിസ്പ്ലേ ആണ്. ഈ ബോക്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു ഹാൻഡ്സെറ്റ്, അഡാപ്റ്റർ, USB കേബിള്, പിന്നെ ബുക്ക്ലെറ്റ് വിത്ത് വാറണ്ടി കാർഡ്, പിന്നെ ക്വിക്ക് എയ്ഡ്, TPU കേസ്, സിം കാർഡ് ടൂള്, ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചാർജർ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജറാണ്. 67 വാട്ടാണ് ഇതിനുള്ളത്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ ഉള്ളത് 5000 mAh ബാറ്ററിയാണ്. ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് നല്ലൊരു പാക്കേജ് തന്നെയാണ്. ഇത് ശരിക്കും നല്ലൊരു പെട്ടെന്ന് തന്നെ ഇത് ചാർജ് ആവുന്നതാണ്. ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ചാർജ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഡാറ്റ കേബിളാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നോക്കാം. ഇതാണ് ഇതിൻ്റെ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, സിം കാർഡ് പോർട്ടാണത്. സിം അത് അഴിച്ചെടുക്കാനുള്ള ടൂള് ഇതിൻ്റെ കൂടെ ഉണ്ട്, സിം കാർഡ് ടൂള്. ഓക്കെ, ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ഇത് തന്നെ യൂസ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് നല്ലത് സിം അയച്ചെടുക്കാൻ. ഓക്കെ, അത് ഒരു ഡബിൾ സൈഡ് സിം ഇടാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു സിം, ഒരു മെമ്മറി കാർഡ്, അല്ലെങ്കിൽ 2 സിം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണുള്ളത്. ഇതിൻ്റെ മുകൾ സൈഡിലായിട്ടാണ് വരിക. രണ്ട് സൈഡിലേക്കാണ്, മുകൾ സൈഡിലേക്കായിട്ടാണ് സിം അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ കട്ടിങ് ഉള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ മറ്റൊരു സിമ്മും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 7050 ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങിന് അത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ റിയൽമി ഓപ്പണായി വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ആണ് ഇതിൽ ഉള്ളത്. 2 വർഷത്തെ അപ്ഡേഷനും കൂടി അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 14 അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. കാണാൻ നല്ലൊരു ലുക്കാണ് ഇതിൻ്റെ
പ്രത്യേകത. ഇതിൽ AMOLED 120 Hz ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ പ്രൂഫും കൂടിയാണിത്. ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് എബൌട്ട് ഡിവൈസ് ഒന്ന് എടുത്തു നോക്കാം. ഇതിൻ്റെ ക്യാമറയൊക്കെ എത്രയാണെന്ന് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 50 MB 8 MB 2 MB വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റാണ്. സോണിയുടേതാണ് ഇതിൻ്റെ ക്യാമറ. നമുക്കിപ്പോൾ അറിയാം ഈ MBയിലൊന്നും ഇതിൽ പ്രത്യേകിച്ച് കാര്യമില്ലെന്ന്. ഇതിൻ്റെ MB അല്ല, ഇതിന് സോണി ലൈറ്റ് 600 OIS ആണ്. ഇൻ സെൻസർ സൂം, സൂപ്പർ OIS സപ്പോർട്ട്, സിനിമാറ്റിക് പോർട്രേറ്റ് അൽഗോരിതം, സ്നാപ്പ് പോർട്രേറ്റ് സിസ്റ്റം ഇവയൊക്കെ അടങ്ങിയതാണ് ഇതിന്. അത് 5000 mAh ബാറ്ററിയാണ് നമ്മൾ കണ്ടു. പിന്നെ 16.94 സെൻറ്റിമീറ്റർ സ്ക്രീൻ സൈസാണ്. ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ 40 എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. സെൽഫി ക്യാമറ 16 MB. ഈ MBയിൽ കാര്യമില്ലെന്ന് നമുക്കറിയാം. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ വില കൂടിയ മറ്റു സെറ്റുകളുടെ ക്യാമറയേക്കാൾ മികച്ചതാണ് റിയൽമിയുടെ ക്യാമറ. കാരണം സോണിയുടെ ക്യാമറയാണ് റിയൽമിയിൽ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സ്ഥിരമായി റിയൽമി ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം മനസ്സിലാവും. ഇതിൻ്റെ ക്യാമറയുടെ ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നത് ലക്ഷറി വാച്ച് ഡിസൈനായിട്ടാണ് റിയൽമി ഇറക്കുന്നത്. എന്ത് തന്നെയായാലും 20,000 രൂപയിൽ താഴെ വരുന്ന സെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സെറ്റായിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്.